കേരളം ഇന്ന് ഡൽഹിയിലായിരുന്നു. കേരളത്തിൻ്റെ മന്ത്രിസഭ, കേരളത്തിനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ MLA-മാരുമടക്കം എല്ലാവരും ഇന്ന് ഡൽഹിയിലായിരുന്നു. കേന്ദ്രത്തിനെതിരായിട്ട്, കേന്ദ്രത്തിൻ്റെ ഈ കൊടിയ അവഗണനയ്ക്കെതിരായിട്ട് പ്രതിഷേധവുമായിട്ടാണ് കേരളം ഡൽഹിക്ക് പോയത്. കേരളത്തിനൊപ്പം തന്നെ, കേരള മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും, പിന്നെ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായിട്ടുള്ള DMKയുടെ പ്രതിനിധിയായിട്ട് തമിഴ്നാട്ടിലെ IT മന്ത്രിയായിട്ടുള്ള പളനിവേൽ ത്യാഗരാജനും, പിന്നെ നാഷണൽ കോൺഫറൻസിൻ്റെ ഒമർ അബ്ദുള്ളയും, പിന്നെ മറ്റ് ഉത്തരേന്ത്യ നേതാക്കളും DMKയുടെ നേതാക്കളും അടക്കം വലിയ നേതാക്കളാണ്. ഒരുപാട് പ്രതിപക്ഷത്തുള്ള മുതിർന്ന നേതാക്കളാണ് ആ പ്രതിഷേധത്തിൽ, കേരളത്തിൻ്റെ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. കേരളവും ഡൽഹിയും തമിഴ്നാടും പഞ്ചാബും കശ്മീരും അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ പ്രതിനിധികളുണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിൽ കേരളം തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. ദേശീയ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു കൃത്യമായിട്ട്. ഇന്നലെ കർണാടക സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സമരമുണ്ടായിരുന്നു. അതിനേക്കാൾ വലിയ സമരമാണ് ഇന്ന് ജന്തർ മന്ദിറിൽ കേരളം നടത്തിയത്. കർണാടക സർക്കാരിൻ്റെ സമരത്തിന് കർണാടകത്തിലെ കോൺഗ്രസ്സുകാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും പ്രതിപക്ഷത്തുള്ള ഒരുപാട് വലിയ വലിയ കക്ഷികൾ ഉണ്ടായിരുന്നു. പങ്കെടുക്കാത്തതിൽ പ്രമുഖർ എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമായിരുന്നു. മാത്രമല്ല കേരളത്തിൻ്റെ പ്രതിപക്ഷം ഈ പരിപാടിയിൽ നിന്ന് മാറുകയും നീങ്ങുകയും ചെയ്തു. പക്ഷേ ഈ പരിപാടിയെക്കുറിച്ച് ചോദിച്ച സമയത്ത്, ഈ പരിപാടിയെക്കുറിച്ച് കേരളം നടത്തിയ പ്രതിഷേധത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് കോൺഗ്രസിൻ്റെ AICCയുടെ അധ്യക്ഷനായിട്ടുള്ള, അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത് എല്ലാ പിന്തുണയും നൽകുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിൻ്റെ കർണാടകത്തിലെ മുതിർന്ന നേതാവായിട്ടുള്ള DK ശിവകുമാറും പറഞ്ഞു എല്ലാ പിന്തുണയും നൽകുമെന്ന്. അങ്ങനെ കോൺഗ്രസിൻ്റെ തന്നെ ദേശീയ നേതാക്കളടക്കം കൃത്യമായിട്ട് പിന്തുണ നൽകിയിരുന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തുള്ള കോൺഗ്രസ് നേതാക്കൾ ആരും ഇത് പിന്തുണച്ചില്ല. മാത്രമല്ല ഇന്നും പത്രസമ്മേളനം നടത്തി VD സതീശൻ പറഞ്ഞ കാര്യം വെച്ചാൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ട ശ്രമമാണ് ആ പത്രസമ്മേളനത്തിലും അദ്ദേഹം നടത്തിയത്. സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തിനും പിന്തുണ നൽകാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇതിനെക്കുറിച്ച് ഒരുപാട് വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ BJPക്കെതിരെ പറയാൻ വേണ്ടി സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള VD സതീശനും മറ്റുള്ളവർക്കും പറ്റുന്നില്ല. പേടിയാണ്. എന്തുകൊണ്ട് ഈ പേടി? മാത്രമല്ല കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പോലും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ സമരത്തിന് അനുകൂലമായ നിലപാടെടുത്തപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാത്രം, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് പ്രതിപക്ഷ അടക്കമുള്ളവർ, അവർക്ക് മാത്രമാണ് ഇതിന് അനുകൂലമായിട്ട് നിലപാടെടുക്കാനും ഇതിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റാതെ പോയത്. അതിനെക്കുറിച്ച് ചോദിച്ചിരിക്കുകയാണ് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള MP രാജേഷ്. VD സതീശൻ്റെ ഹൈക്കമാൻഡ് BJP ആണോ എന്നുള്ള ശക്തമായ ചോദ്യമാണ് MP രാജേഷ് ചോദിക്കുന്നത്. MP രാജേഷ് ഒരു കുറിപ്പിലൂടെയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കേരളത്തിന് ഐക്യദാർഢ്യവുമായി എത്തി 2 മുഖ്യമന്ത്രിമാർ, ഒരു മുൻ മുഖ്യമന്ത്രി അടക്കം ദേശീയ നേതാക്കൾ, MP-മാർ തുടങ്ങി രാജ്യത്തിൻ്റെ ആകെ പിന്തുണയാണ് ഇന്ന് ഡൽഹിയിൽ കേരളം നടത്തിയ സമരത്തിന് കിട്ടിയത്. കേരളം ഉയർത്തുന്നത് നമ്മുടെ മാത്രം പ്രശ്നം അല്ല എന്നും സമാനമായ പ്രതികാര നടപടിയും വിവേചനവും നേരിടുന്ന സംസ്ഥാനങ്ങളാകെ ഐക്യപ്പെടുകയാണ് എന്നുമുള്ള സന്ദേശം സമരത്തിന് നൽകാനായി. BJPക്കും മോദി സർക്കാരിനുമെതിരായ യോജിപ്പിൻ്റെ സമരമുഖമായി അത് വളർന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനുമെല്ലാം അവരവരുടെ സംസ്ഥാനങ്ങൾ കേരളത്തിന് സമാനമായ കടുത്ത വിവേചനം നേരിടുന്നത് എങ്ങനെയാണെന്ന് വസ്തുതകളും കണക്കുകളും സഹിതം വ്യക്തമാക്കി. ഫണ്ട് നൽകാതെയും ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ കയറൂരി വിട്ടും പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചും സ്വച്ഛാധിപത്യ ഭരണം നടത്തുന്ന മോദി സർക്കാരിനെ നിശിതമായി കടന്നാക്രമിച്ച് അരവിന്ദ് കെജ്രിവാൾ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു. കാലചക്രം ഉരുളുക തന്നെ ചെയ്യും, അത് നിശ്ചലമായിരിക്കുന്നില്ല. കാലം മാറി വരുമ്പോൾ ഇപ്പുറത്തുള്ളവർ അപ്പുറത്തും അപ്പുറത്തുള്ളവർ ഇപ്പുറത്തും വരും. ഇപ്പോൾ ചെയ്യുന്നതിനെല്ലാം കണക്ക് പറയേണ്ടി വരുമെന്നും കെജ്രിവാൾ ഓർപ്പിച്ചു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും ഉജ്ജ്വലമായ പ്രസംഗമാണ് നടത്തിയത്. ഇന്ത്യയിലെ 70 കോടി ജനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെന്നും അവരെ ഇന്ത്യക്കാരെ നിങ്ങൾ കണക്കാക്കുന്നില്ലേ എന്നും ഭഗവന്ത് സിംഗ് മാൻ ചോദിച്ചു. നേരിട്ടെത്താനായില്ലെങ്കിലും വീഡിയോയിലൂടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയാകട്ടെ കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒറ്റക്കെട്ടാണെന്നും ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തെക്ക് വടക്ക് ഭിന്നത എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. പ്രമുഖ അഭിഭാഷകനും മുൻ കേന്ദ്രമന്ത്രിയുമായ കപിൽ സിബലാകട്ടെ ഇലക്ട്രൽ ബോണ്ടിലൂടെ BJP സമാഹരിച്ച 5000 കോടി രൂപ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് MLA-മാരെ വിലക്കെടുക്കുന്നതെന്നും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുന്നതെന്നും BJPയുടെ ഓഫീസുകൾ നിർമ്മിച്ചതെന്നും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിനെ ചലിപ്പിക്കുന്നതെന്നുമെല്ലാം യുക്തിസഹമായി ചൂണ്ടിക്കാണിച്ചു.
ഇലക്ട്രൽ ബോണ്ടിലൂടെ ഈ 5000 കോടി രൂപ BJPക്ക് സംഭാവന ചെയ്തതെല്ലാം വൻകിട വ്യവസായികളാണ്. എന്നാൽ അവരുടെ പേരുകൾ വെളിപ്പെടുത്താതെ സംരക്ഷിക്കുന്നു. BJPക്ക് പണം നൽകാത്ത വ്യവസായികളെ ED വിട്ട് ഭീഷണിപ്പെടുത്തുന്നു. എല്ലാവരും BJPക്ക് പണം കൊടുക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. പണക്കൊഴുപ്പിന്റെ ബലത്തിലാണ് ജനാധിപത്യ അട്ടിമറി രാജ്യത്ത് സംഘടിപ്പിക്കുന്നതെന്ന് കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചു. തമിഴ്നാട് സർക്കാരിനെ പ്രതികരിച്ചെത്തിയത് IT വകുപ്പ് മന്ത്രി ഡോക്ടർ പളനിവേൽ ത്യാഗരാജനും DMKയുടെ രാജ്യസഭാ നേതാവ് തിരുച്ചി സിവയുമാണ്. പളനിവേൽ ത്യാഗരാജന്റെ പ്രസംഗവും സംസ്ഥാനങ്ങളുടെ ധനപരമായ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു. ഇവർക്ക് പുറമെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും CPI ജനറൽ സെക്രട്ടറി D രാജയും സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കേരളവും കർണാടകവും ഒക്കെ നടത്തുന്ന സമരങ്ങൾ രാജ്യത്ത് തെക്ക് വടക്ക് വിഭജനം സൃഷ്ടിക്കുന്നുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനത്തിനുള്ള മറുപടിയായിരുന്നു ഇന്നത്തെ കേരളത്തിൻ്റെ സമരം. കശ്മീരിൽ നിന്നുള്ള ഫറൂഖ് അബ്ദുള്ളയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഒന്നും തെക്കേ ഇന്ത്യയിൽ നിന്നുള്ളവരല്ലോ. അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത് മോദി ആദ്യം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രവും ഭൂപടവും പഠിക്കണമെന്ന്. BJPക്കെതിരെ ജനാധിപത്യ ശക്തികളുടെ യോജിച്ച സ്വരമാണ് ഇന്ന് ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച സമരമുഖത്തു നിന്ന് ഉയർന്നു കേട്ടത്. ആ സമരമുഖത്തു നിന്ന് വിട്ടുനിൽക്കുക വഴി കേരളത്തിലെ കോൺഗ്രസ് മോദിക്കും BJPക്കുമെതിരെ ഐക്യത്തിനില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ തന്നെ കേരളത്തിൻ്റെ സമരത്തെ പിന്തുണച്ച് പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോഴാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ആ സമരത്തെ ആക്ഷേപിച്ച് BJP നേതാക്കളുടെയും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെയും ആരോപണങ്ങൾ ആവർത്തിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഹൈക്കമാൻഡ് ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടങ്ങിയ ഹൈക്കമാൻഡാണോ അതോ മോദിയും അമിത്ഷായും അടങ്ങിയ ഹൈക്കമാൻഡാണോ ചോദ്യമാണ്. ഈ ചോദ്യത്തോടെയാണ് MP രാജേഷിൻ്റെ ഈ കുറിപ്പ് അവസാനിക്കുന്നത്. അവസാനത്തെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഹൈക്കമാൻഡ് ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടങ്ങിയ ഹൈക്കമാൻഡാണോ അതോ മോദിയും അമിത്ഷായും അടങ്ങിയ ഹൈക്കമാൻഡാണോ? ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇന്ന് നടത്തിയ BD സെഷൻ്റെ പത്രസമ്മേളനം പരിശോധിച്ച് നോക്കാൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ആ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രതിപക്ഷത്തുള്ള പല MLA പ്രകടനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്: BJPക്ക് MLA ഉണ്ടോ എന്ന്. നമ്മുടെ നിയമസഭയിൽ, കേരള നിയമസഭയിൽ BJPക്ക് MLA ഉണ്ടോ എന്ന്. അതുപോലത്തെ പ്രകടനങ്ങളാണ് തുടർച്ചയായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം മാത്യു കുഴൽനാടനാണ്. അതുപോലത്തെ ഒരു ഷോ ആണ് ഇന്ന് BD സെഷൻ പത്രസമ്മേളനത്തിൻ്റെ ഭാഗം നടത്തിയത്. അതുകൊണ്ട് തന്നെ ചോദിച്ചു പോകേണ്ടിരുന്നത് വെച്ചാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഹൈക്കമാൻഡ്, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഹൈക്കമാൻഡ് ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അല്ല, പകരം അവിടെ മോദിയും അമിത്ഷായും നിർമ്മലാ സീതാരാമനുമാണ്. അത് ചോദിക്കേണ്ട ചോദ്യമാണ്. അതുതന്നെയാണ് MP രാജേഷ് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യം ഇനി ചോദിക്കേണ്ടത് കേരളത്തിലെ സാധാരണ ജനങ്ങളാണ്. കേരളത്തിന് വേണ്ടിയാണ് പിണറായി വിജയൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല അവിടെ പോയിട്ടുള്ളത്. കേരളത്തിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഡൽഹിയിൽ സമരത്തിന് പോയിരിക്കുന്നത്. അതിന് പിന്തുണ നൽകേണ്ടത് പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷത്തുള്ള MLA ബാധ്യതയാണ്. ആ ബാധ്യത അദ്ദേഹം നിറവേറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം MP രാജേഷ് ചോദിച്ച ഈ ചോദ്യം തിരിച്ച് കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് BD സെഷനോട് ചോദിക്കേണ്ടത് കേരളത്തിൻ്റെ ബാധ്യതയാണ്.